അപ്പോൾ എല്ലാവർക്കും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിലേക്ക് സ്വാഗതം. കുറച്ച് +1 പഠിക്കുന്ന അധിക കുട്ടികളുടെയും അഭിപ്രായമാണ് ഒരു വട്ടം കറക്കുന്ന ചാപ്റ്ററാണ് ഈ റൊട്ടേഷണൽ മോഷൻ എന്ന്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റേഴ്സ് ഇൻ ഫിസിക്സ്, അതാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത. ഈ ചാപ്റ്ററിൽ നമുക്ക് ടഫാണ് എന്ന് കരുതുന്ന ഏരിയകൾ ചില ആക്ടിവിറ്റികളിലൂടെ പഠിക്കാൻ ശ്രമിക്കാം. റിജിഡ് ബോഡി എന്നാൽ നമുക്കറിയാം, ചില കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നത് കട്ടിയുള്ള ബോഡി അല്ലെങ്കിൽ ഭയങ്കര ഉറപ്പുള്ള ബോഡി എന്നൊക്കെയാണ്. ഏറെക്കുറെ അത് ശരിയാണ്. എ ബോഡി ഇൻ വിച്ച് ദ ഇൻ്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ, ഈവൺ ഇഫ് ദ ഫോഴ്സ് ഇസ് വെരി ലാർജ്, എ റിജിഡ് ബോഡി വിൽ ഹാവ് ഡെഫിനിറ്റ് ആൻഡ് അൺചേഞ്ചബിൾ ഷേപ്പ്. അപ്പോൾ ഇതൊരു ഐഡിയൽ റിജിഡ് ബോഡിയുടെ ഡെഫിനിഷനാണ്. ഫോർ എക്സാമ്പിൾ, ഈ വൈപ്പർ, ഇത് ഒരു റിജിഡ് ബോഡി. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ലാർജ് ഫോഴ്സ് അപ്ലൈ ചെയ്താലും ഇതിൻ്റെ ഷേപ്പ് മാറില്ല. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിജിഡ് ബോഡിക്ക് ഉണ്ടാവുന്ന ജനറലി ഉണ്ടാവുന്ന 3 മോഷനാണ്. അതിലൊന്നാണ് ട്രാൻസ്ലേഷണൽ മോഷൻ. എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് റിജിഡ് ബോഡി മൂവ് ചെയ്യുക, ഒരു v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ആ സിറ്റുവേഷനാണ് ട്രാൻസ്ലേഷണൽ മോഷൻ. അപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് ഈ ബോഡി വേറൊരു പോയിന്റിലേക്ക് പോകുന്നു. അപ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് കൂടിയിട്ടാണ് ഈ റിജിഡ് ബോഡി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വൈപ്പർ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ പാർട്ടിക്കിളും ഒരേ വെലോസിറ്റിയിലാണ് ഇങ്ങോട്ട് നീങ്ങുക. ഇനി ഒരു ആക്സിസിന് എബൌട്ടായിട്ട് കറങ്ങുന്ന സിറ്റുവേഷനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ റൊട്ടേഷണൽ മോഷൻ, അല്ലെങ്കിൽ ആ ബോഡിക്ക് റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകും. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഇങ്ങനെ കറക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത് കറക്കുമ്പോൾ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ എബൌട്ടായിട്ട് ഇതിനകത്തുള്ള എല്ലാ പാർട്ടിക്കിളും ഒരേ ആംഗുലാർ വെലോസിറ്റിയിൽ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ഈ ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ദി കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ, റോളിംഗ് മോഷൻ. ഞാനിപ്പം ഈ വൈപ്പർ നമ്മൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്ന് കറങ്ങുക മാത്രമല്ല, നേരെ ഇങ്ങനെ പോവുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. അതിന് പകരം ഈ ഡസ്റ്ററിനെ നമുക്ക് ഇങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 2 തരം മോഷനുണ്ട്. എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷണൽ മോഷനുണ്ട്, ഇവിടെയുള്ള പാർട്ടിക്കിൾസൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് പോകുന്ന സമയത്ത് തന്നെ ഇതിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം റൊട്ടേഷണൽ മോഷനിലും കൂടി ആയിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും അതുപോലെ തന്നെ റോളിംഗ് മോഷനും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ് സെൻറ്റർ ഓഫ് മാസ്. ട്രാൻസ്ലേഷണൽ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി ആവട്ടെ, റൊട്ടേഷണൽ മോഷൻ ആവട്ടെ, ഇനി റോളിംഗ് മോഷൻ ആവട്ടെ, ഇതെല്ലാം പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റാണ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി. ഡെഫിനിഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ മാത്തമാറ്റിക്കൽ പോയിന്റ് ഓൺ എ റിജിഡ് ബോഡി അറ്റ് വിച്ച് ഹോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. എന്നുവെച്ചാൽ ഒരു ബോഡിയുടെ എല്ലാ മാസും ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്ന റിജിഡ് ബോഡിയിലുള്ള ഒരു പോയിന്റിൻ്റെ പേരാണ് സെൻറ്റർ ഓഫ് മാസ്. ഇപ്പോൾ ഈ ഒരു പൈപ്പ് നമുക്ക് ഇങ്ങനെ പിടിക്കാം. നോക്കൂ, ഇപ്പോൾ ഞാൻ പല സ്ഥലത്ത്, ഇപ്പോൾ ഈ ബോഡിയുടെ പല സ്ഥലത്ത് ഞാൻ ഇതിനെ ബാലൻസ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇതിനെ എങ്ങനെയാണോ നിർത്തിയിരിക്കുന്നത് അതുപോലെ എനിക്ക് നിർത്താം. ഒരു പോയിന്റിൽ നമ്മളിങ്ങനെ ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് നമുക്കൊരു പോയിന്റിലേക്ക് ഈ റോഡിനെ ബാലൻസ് ചെയ്യാം. ഇപ്പോൾ
ഈ പൈപ്പ് എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഒരുപാട് സ്ഥലത്ത് ഈ പാർട്ടിക്കിളിൻ്റെ മേലെ ഞാൻ ഇതിനെ ബാലൻസ് ചെയ്യാൻ ഒരു ഫോഴ്സ് കൊടുത്തതിന് പകരം ഇപ്പം ഞാൻ ഒരു പോയിന്റിലാണ് ഫോഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരുപാട് ഫോഴ്സ് പല സ്ഥലത്ത് കൊടുത്ത അതേ എഫക്റ്റ് ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ ഫോഴ്സ് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഫിംഗർ വെച്ചിരിക്കുന്നത് ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പൈപ്പിൻ്റെ സെൻറ്റർ ഓഫ് മാസിലാണ്. സെൻറ്റർ ഓഫ് മാസ് ഓഫ് 2 പാർട്ടിക്കിൾ സിസ്റ്റം. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഓഫ് മാസ് m1 വേറൊരു പാർട്ടിക്കിൾ ഓഫ് മാസ് m2 ഉണ്ടെന്ന് കരുതുക. ഇതിനെ ഞാനൊരു കോർഡിനേറ്റ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായും m1ന് ഒറിജിനിൽ നിന്നും ഒരു പൊസിഷൻ വെക്ടർ ഉണ്ടാകും, അതിനെ ഞാൻ വിളിക്കുന്നു r1. അതേപോലെ m2ന് ഒരു പൊസിഷൻ വെക്ടർ ഉണ്ട്, ആ പൊസിഷൻ വെക്ടർ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഇങ്ങോട്ടാണ്, അതിനെ ഞാൻ r2 എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ m1 m2 എന്ന സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഈ ലൈൻ ജോയിൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയോ ആണ്. അത് ഇമാജിൻ ചെയ്യുന്നു, അത് m1ഉം m2ഉം ഈക്വൽ ആണെങ്കിൽ എക്സാക്ട്ലി അത് സെൻട്രലായിരിക്കും. പക്ഷേ m1ഉം m2ഉം ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ജനറലി ഞാൻ ആ പോയിൻറ്റിനെ വിളിക്കുന്നു C. അപ്പം C എന്ന പോയിൻറ്റിനും ഒരു പൊസിഷൻ വെക്ടർ ഉണ്ടാകും, അതിനെ ഞാൻ വിളിക്കുന്നു RCM. മാത്തമാറ്റിക്കലി മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സിയുടെ, അതായത് മൊത്തം മാസിനെ m, അവിടേക്കുള്ള ഈ ഒറിജിനിൽ നിന്നുള്ള ദൂരം ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള m1 അവിടേക്കുള്ള പൊസിഷൻ വെക്ടർ r1 പ്ലസ് m2 അവിടേക്കുള്ള പൊസിഷൻ വെക്ടർ r2. ബാലൻസ്ഡ് ആയി. അങ്ങനെയാണെങ്കിൽ ആ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസിനെ നമുക്ക് എഴുതാം m1 r1 പ്ലസ് m2 r2 ഓൾ ഡിവൈഡഡ് ബൈ m. എന്താണ് m? ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം. ഇവിടെ ടോട്ടൽ മാസ് എന്നാൽ m1ഉം m2ഉം കൂട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. RCM ഇസ് ഈക്വൽ ടു m1 r1 പ്ലസ് m2 r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഒരു റിജിഡ് ബോഡിയിൽ 2 പാർട്ടിക്കിൾസ് അല്ല ഉണ്ടാവുക, n പാർട്ടിക്കിൾസ് ഉണ്ടാവും. സോ ഫോർ n പാർട്ടിക്കിൾ സിസ്റ്റം RCM നമുക്ക് കണ്ടുപിടിക്കാം m1 r1 പ്ലസ് m2 r2 പ്ലസ് m3 r3. അങ്ങനെ n പാർട്ടിക്കിൾസിനും ഉണ്ടാകും mn rn ഓൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് m4 പ്ലസ് എക്സെട്ര mn. 2 ഡയമെൻഷണൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസിനെ എഴുതാം XCM I ക്യാപ് പ്ലസ് YCM J ക്യാപ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ XCM? ഒന്നുമില്ല, സെൻറ്റർ ഓഫ് മാസിൻ്റെ 2 ഡയമെൻഷണലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കമ്പോണൻ്റ് ആണ് എന്ത്? XCM. അത് കണ്ടുപിടിക്കുന്നത് XCM ഇസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 പ്ലസ് mn xn ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്, അല്ലെങ്കിൽ m1 പ്ലസ് m2 എന്ന് പറഞ്ഞു കൊടുക്കാവുന്ന. അതുപോലെ YCM കണ്ടുപിടിക്കുന്നത് m1 y1 പ്ലസ് m2 y2 പ്ലസ് എക്സെട്ര പ്ലസ് mn yn ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ആയിരിക്കും. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ നമുക്ക് 2 തരത്തിൽ കണ്ടുപിടിക്കാം. അതിലൊന്ന് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, വേറെ ഒന്ന് XCMഉം YCMഉം കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഇക്വേഷനിൽ കൊടുത്തിട്ടും കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മാസ് m1 2 കിലോഗ്രാം, m2 3 കിലോഗ്രാം ആൻഡ് m3 4 കിലോഗ്രാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RCM ആണ്. ദാറ്റ് ഈസ് XCM I ക്യാപ് പ്ലസ്
YCM JCAM. അപ്പോൾ നമുക്ക് XCMഉം YCMഉം കണ്ടുപിടിക്കണം. അതായത് ഈ മാസിൻ്റെയും എക്സ് കോർഡിനേറ്റും Y കോർഡിനേറ്റും കണ്ടുപിടിക്കണം. അതായത് X1 കണ്ടുപിടിക്കണം, X2 കണ്ടുപിടിക്കണം, X3 കണ്ടുപിടിക്കണം, Y1, Y2, Y3. അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 കോർണേഴ്സിലാണ് നമ്മൾ മാസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ മാസുകളിൽ ഏതെങ്കിലും ഒന്ന് ഒറിജിനിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാവും. പിന്നെ പറ്റുകയാണെങ്കിൽ കഴിയുന്നത്ര മാസുകൾ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ആക്സിസിൽ വെക്കാനും ശ്രദ്ധിക്കാം. ഇപ്പം ട്രയാങ്കുലാർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മാസ് M1, ഇത് M2, ഇത് M3. നമുക്ക് വേണമെങ്കിൽ M1 അതും M2 ഇതും M3 അതൊക്കെ എടുക്കാം. അങ്ങനൊന്നും ഒരു പ്രശ്നവുമില്ല. എങ്ങനെ എടുത്താലും നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ ഒരു പോയിന്റിലായിരിക്കും നമ്മളുടെ സെൻറ്റർ ഓഫ് മാസ് കിട്ടുക. അപ്പം M1ൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് X1. ഇത് ഒറിജിനിലാണ്, അതുകൊണ്ട് X1 0 ആയിരിക്കും. അതുപോലെ M1ൻ്റെ Y കോർഡിനേറ്റും അവിടെ തന്നെയാണ്, ഒറിജിനിൽ തന്നെയാണ്. അതുകൊണ്ട് X1ഉം Y1ഉം 0 ആണ് കിട്ടുക. ഇനി X2, M2 എന്ന മാസ് X ഡയറക്ഷനിൽ നമ്മൾ പോകുമ്പം അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സൈഡ് 2 മീറ്ററാണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ് കോർഡിനേറ്റ് ഓഫ് M2 X2 എത്ര കിട്ടുക? 2 മീറ്ററാണ് കിട്ടുക. Y2 നമുക്കറിയാം, ഇവിടുന്ന് എക്സ് ആക്സിസിലാണുള്ളത്, Y ആക്സിസിലേക്ക് M2ന് കമ്പോണൻ്റ് ഇല്ല, അതുകൊണ്ട് Y2 0 ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചത് കൊണ്ട് കണ്ടോ 3 എണ്ണം 0 ആയി. കാൽക്കുലേഷൻ നമുക്ക് ഈസി ആയി. ഇനി X3 എന്നാൽ M3യുടെ എക്സ് കമ്പോണൻ്റ് ആണ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ M3യിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇത് 2 ആണെങ്കിൽ അതിൻ്റെ നേരെ പകുതിയായിരിക്കും. ഇത് ഇത്രയും 1 മീറ്റർ ഉണ്ടാകും. അപ്പോൾ ഇത് 1 മീറ്റർ. ഇനി Y3, അതായത് M3യിൽ നിന്നും Y ആക്സിസിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചാൽ കിട്ടുന്നത് ഈ ദൂരമാണ് Y3. അപ്പോൾ അതങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഞാനിതിന് പേര് കൊടുക്കുന്നു. ഇത് A, ഇത് B, ഇത് C, ഇത് D ആണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് AD ആണ്. പൈത്തഗോറസ് തിയറം അനുസരിച്ച് ഈ ചിത്രത്തിൽ നമുക്ക് എഴുതാം AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. നമുക്ക് വേണ്ടത് AD ആണ്. അപ്പോൾ AD സ്ക്വയർ ഒരു സൈഡിലേക്ക് ആക്കുന്നു, AC സ്ക്വയർ മൈനസ് CD സ്ക്വയർ. ഈ പ്ലസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആകും, അതാണ് ഇവിടെ മൈനസ് CD സ്ക്വയർ. അപ്പോൾ AD നമുക്ക് കിട്ടുന്നത് റൂട്ട് ഓഫ് എന്താണ് AC 2 മീറ്ററാണ്. കാരണം ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ എല്ലാ സൈഡുകളും സെയിം ആയിരിക്കും. അത് ഒരു സൈഡ് 2 മീറ്ററിന് തന്നിട്ടുള്ളത് കൊണ്ട് 2 സ്ക്വയർ മൈനസ് CD എന്നാൽ ഇതാ ഈ ദൂരം തന്നെ കണ്ടോ. അപ്പോൾ ഇത് 1 സ്ക്വയർ. അപ്പോൾ AD നമുക്ക് കിട്ടും റൂട്ട് 4 മൈനസ് 1, ദാറ്റ് ഈസ് റൂട്ട് 3. അപ്പോൾ ഇവിടെ Y3 എത്രയാണ്? റൂട്ട് 3. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് XCM ആണ്. XCM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് XCM ഇസ് ഈക്വൽ ടു M1x1 പ്ലസ് M2x2 പ്ലസ് M3x3 ഓൾ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M1 ഇവിടെ 2 ഇൻറ്റു X1 ഇതാ 0 പ്ലസ് M2 ഇതാ 3 ഇൻറ്റു X2 2 പ്ലസ് M3 4 കിലോഗ്രാം into X3 1 meter all divided by 2 plus 3 plus 4 9. So answer is 2 into 3 6 plus 4 by 9 which is equal to 10 by 9 which is equal to 1.1 meter. അപ്പോൾ XCM നമുക്ക് കിട്ടി. ഇനി നമുക്ക് YCM കണ്ടുപിടിക്കാം. YCM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ M1 Y1 പ്ലസ് M2 Y2 പ്ലസ് M3 Y3 all divided by M1 plus M2 plus M3. So YCM is equal to M1 2 kilogram 2 into 0 plus 3 into
0, ഇവിടെ y2 y1 0 ആയതുകൊണ്ട്, പ്ലസ് m3 ഇവിടെ 4 കിലോഗ്രാം ഇൻറ്റു √3 ഓൾ ഡിവൈഡഡ് ബൈ 9. സോ ycm is equal to 4√3 by 9, which is equal to 0.76 meter. അപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് മാസിനെ എഴുതാം. RCM is equal to, ആൻസർ ഇതാണ്, 1.1 I cap plus 0.76 J cap. This is the answer. ചില കുട്ടികൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് 1.1ഉം 0.76ഉം കൂടി കൂട്ടാനാണ്. അല്ല, ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് എക്സ് ആക്സിസിൽ 1.1 ദൂരത്തും വൈ ആക്സിൽ 0.7 √3 എന്നാൽ 1.7 സംതിങ് ആണ്. അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0.8 സംതിങ് ആണ് കിട്ടുക. അതിനേക്കാൾ കുറവാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, കുറച്ച് താഴോട്ട്. അതായത് ഇത് ഇങ്ങനെയും ഈ എക്സ് ആക്സിസിൽ നിന്ന് ഇങ്ങനെയും പെർപെൻഡിക്കുലർ വരച്ചാൽ നമുക്ക് കിട്ടുന്ന ഇവിടെയാണ് RCM. അതെന്തുകൊണ്ടാണ് 1.1 കിട്ടാതെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയത്? നമ്മൾ തിയറി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്സ് ആക്സിൽ നോക്കാം, ഇത് 2 കിലോഗ്രാമാണ്, 2 കിലോഗ്രാമാണ്, അപ്പുറത്ത് 3 ആണുള്ളത്. അപ്പം കുറച്ചുകൂടി അങ്ങോട്ടാണ് നീങ്ങുന്നത്. ഇനി എന്തുകൊണ്ടാണ് 0.8 കഴിഞ്ഞു പോകാതിരുന്നത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇവിടെ വൈ ആക്സിസിൽ നോക്കുമ്പോൾ 2ഉം അതുപോലെ 3ഉം 5 ആണുള്ളത്, എന്നാൽ ഇവിടെ 4 ആണുള്ളത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഹെവി മാസ് കൂടിയ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് നീങ്ങുക ചെയ്യുക. അതുകൊണ്ട് ഇതാണ് ദിസ് വെക്ടർ. സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഇത് എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവ ഇവയാണ്: ഓൾ സിമെട്രിക് ബോഡീസ് ഹാവ് സെൻറ്റർ ഓഫ് മാസ് അറ്റ് ദെയർ സെൻറ്റർ. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഒരു റോഡ് ബാലൻസ് ചെയ്ത എക്സാമ്പിൾ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ പേന ഏകദേശം സിമെട്രിക് ആണ്. അപ്പോൾ നമുക്ക് അതിനെ കറക്റ്റ് ഈ പേനയുടെ സെൻറ്റർ ഓഫ് മാസ് ഈ സെൻറ്ററിലായിരിക്കും, അതിൻ്റെ സെൻറ്ററിലാണുള്ളത്. There may or may not be any mass at the center of mass. എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് മാസ് എന്ന ആ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ മാസ് ശരിക്കും ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു റിങ് ആണ്. ഈ റിങ് ഒരു സിമെട്രിക് ആയിട്ടുള്ള ഒരു റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് സെൻറ്ററിലാണ്. പക്ഷേ അവിടെ മാസമൊന്നുമില്ല, നമുക്ക് തൊട്ട് നോക്കിയാൽ മാസമൊന്നും കാണില്ല. പക്ഷേ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇതിൻ്റെത് ഇവിടെയാണ്. മൂന്നാമത്തെ പോയിൻ്റാണ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ക്ലോസർ ടു ദ ഹെവിയർ പാർട്ട് ഓഫ് ദ ബോഡി. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ബാലൻസ് ചെയ്ത പേനയുടെ കാര്യം എടുക്കാം. ഇപ്പം ഞാനിവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ടോപ്പ് ഊരിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ഈ തമ്പ് മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വീണു പോകും. പക്ഷെ അങ്ങനെ വീഴാതിരിക്കണമെങ്കിൽ എൻ്റെ കൈ ഇപ്പോൾ ഈ ബോഡിയുടെ മാസ്, ഞാൻ ഈ ടോപ്പ് ഊരിയപ്പോൾ മാസ് ഇവിടെ കുറഞ്ഞു, അവിടെയാണ് കൂടുതൽ. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിനെ ഇങ്ങോട്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് കൈ നീക്കിയാൽ മാത്രമേ നമുക്കിതിനെ പിന്നെ ഇനി ഹോൾഡ് ചെയ്യാൻ പറ്റൂ. ഇനി ഞാൻ ഈ ടോപ്പ് ഇവിടെ ഇടുങ്ങിയോട് ചെയ്താലോ? തീർച്ചയായും കൈ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ബാലൻസ് ചെയ്താൽ ഇതിങ്ങോട്ട് വീണു പോകും. അപ്പോൾ നമുക്ക് പിന്നെയും മാസ് ഇവിടെ കൂടി. അപ്പോൾ ഹെവിയർ പാർട്ടിലേക്ക് നീങ്ങിയ സെൻറ്റർ ഓഫ് മാസ് ആണ്. അപ്പോൾ നമുക്ക് ആ സെൻറ്റർ ഓഫ് മാസിനെ കിട്ടണമെങ്കിൽ എവിടെയാണോ മാസ് കൂടിയിരിക്കുന്നത് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ കൈ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിനെ ഇവിടെ ബാലൻസ് ചെയ്യാം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കൂടിയ സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ ഹെവിയർ പാർട്ട് ഓഫ് ദി ബോഡി എവിടെയാണോ അതിൻ്റെ അടുത്തേക്കായിരിക്കും സെൻറ്റർ ഓഫ് മാസ് കാണപ്പെടുക. അടുത്ത പോയിൻ്റാണ് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ചോയ്സ് ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് of an object depends on shape and distribution of mass of the body. സെൻറ്റർ ഓഫ് മാസ് പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് an extended body where the weight of the body acts and the gravitational torque on the body is 0.
എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ബോഡി എന്ന് വെച്ചാൽ മാസ് വൈഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയുടെ മേലെയുള്ള ഒരു പോയിൻ്റാണ്. ആ പോയിൻ്റിലായിരിക്കും ഈ ബോഡിയുടെ മൊത്തം വെയിറ്റ് ആക്ട് ചെയ്യുക. അതായത് ഏകദേശം ഇതൊരു സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നതും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഏകദേശം എന്താണ്, നമുക്ക് ഒരേ കോൺസെപ്റ്റാണെന്ന് തോന്നും. ചെറിയൊരു വ്യത്യാസം, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ഈ ടോർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ ടോർക്ക് എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ കറക്കം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു എക്സ്റ്റെൻഡഡ് ബോഡിയിൽ ഉണ്ടാക്കുന്ന കറക്കം 0 ആവുന്ന ഒരു പോയിൻ്റ്. ആ പോയിൻറ്റിൻ്റെ പ്രത്യേകത, ആ പോയിൻറ്റിലായിരിക്കും ഈ ബോഡിയുടെ മൊത്തം വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തോന്നുന്നത്. ഇപ്പോൾ ഇതൊരു എക്സ്റ്റെൻഡഡ് ബോഡിയാണ്, നമുക്ക് മാസ് വൈഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ്. ഇതിനെ ട്രയൽ ചെയ്ത് നമുക്ക് പല പോയിന്റിൽ ടച്ച് ചെയ്ത് ഞാനിതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് പല സ്ഥലത്തേക്ക് ഞാനിപ്പോൾ തൊട്ടിരിക്കുന്ന പോയിൻറ്റിൻ്റെ എല്ലാ സൈഡിലേക്കും ഇത് കറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ സൈഡിലേക്കും ഗ്രാവിറ്റി ആ കറക്കത്തെ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അതായത് മൊത്തം കറക്കം എന്താണ്, 0 ആയിരിക്കുകയാണ്. അപ്പോൾ ഈ പോയിൻ്റ്, ഇപ്പോൾ ഞാൻ തൊട്ടിരിക്കുന്ന ഈ പോയിൻ്റ് ഈ സിമ്മട്രിക് ബോഡി ആയതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് മാസുമാണ്, യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് നമ്മൾ ഏകദേശം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും അതേ പോയിൻ്റ് തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കോയിൻസൈഡ് ചെയ്യും. നമുക്ക് വേറൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ഈ പൈപ്പിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ ഇതിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മാസൊക്കെ അറിഞ്ഞ് ഓരോ പാർട്ടികളുടെയും മാസ് വെച്ച് അതിൻ്റെ പൊസിഷൻ അറിഞ്ഞ് നമുക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ഒരു മാത്തമാറ്റിക്കൽ പോയിൻ്റാണ്. എന്നാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ആ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഈ യൂണിഫോം ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്നറിയാൻ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഇത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. വളരെ പതുക്കെ, ഞാനൊന്നും ചെയ്യാതെ ഈ 2 കൈ, ഈ റോഡ് വീണ് പോകുമെന്നൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട നോക്കണ്ട. ഇത് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ വലത്തെ കൈ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക പോയിൻ്റ് എത്തിയപ്പോൾ ഇടത്തെ കൈ നീങ്ങും. ഇത് ഞാൻ ചെയ്യുന്നതല്ല, ഇത് ഗ്രാവിറ്റിയുടെ ബ്യൂട്ടിയാണ്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഇടത്തെ കൈ അവിടെ സ്റ്റോപ്പ് ആവാൻ ശ്രമിക്കുന്നു, വലത്തെ കൈ നീങ്ങുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ആകെ ചെയ്യുന്നത് ഈ 2 കൈ അടുപ്പിച്ച് കൊണ്ടുവരിക മാത്രമാണ്. ഇപ്പോൾ നോക്കൂ, 2 കൈയും അടുത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ പോയിൻ്റാണ് ഈ റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ്. ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലേക്കുള്ള നെറ്റ് ടോർക്ക് 0 ആണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് കരുതും. അപ്പം ഇന്നെ uniform gravitational field, center of mass and center of gravity of a rigid body coincide. ഇതുവരെ നമ്മൾ പറഞ്ഞത് റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസിനെ കുറിച്ചും ആ സമയത്ത് അത് റെസ്റ്റിലായിരുന്നു. ഇനി റിജിഡ് ബോഡി മൂവ് ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് തീർച്ചയായും സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ട്രാൻസ്ലേഷണൽ മോഷനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് RCM = m1r1 + m2r2/m, m1 + m2r. മോഷൻ ഇൻ എ പ്ലെയിനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് dr/dt എന്നാൽ ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷനിൽ dt എന്നാൽ സ്മോൾ ചേഞ്ച് ഇൻ ടൈം, dr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടർ. എപ്പോഴാ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ വെക്ടർ മാറാം? ആ ബോഡി ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അതായത് ഒരു ബോഡിക്ക് വെലോസിറ്റി ഉണ്ടാകുമ്പോഴാണ് അതിന്റെ പൊസിഷൻ വെക്ടർ മാറാൻ നമ്മൾ പഠിച്ചത്. അപ്പൊ dr/dt വെലോസിറ്റി ആണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വെക്ടർ = വെലോസിറ്റി. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ 2 സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത് d/dt of m1r1 + m2r2 all divided by m. ഈ m ആണ്. ഇത് മാസ് കോൺസ്റ്റന്റ് ആണ്. ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലെ പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് സമയം മാറുന്നതിനനുസരിച്ച് മാറുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ സെന്റർ ഓഫ് മാസിന് ഒരു
വെലോസിറ്റി ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് വിളിക്കാം VCM. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ മാസ് ഓഫ് ദി പാർട്ടിക്കിൾ ആണ് ഇത്. ഒരു ഒന്നാമത്തെ പാർട്ടിക്കിൾ ആണ്, M1 മാസുള്ള പാർട്ടിക്കിൾ ആണ്. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ മാസ് കോൺസ്റ്റന്റ് ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് മാറൂല. ഇവിടെ ടൈമിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാറുന്നത് ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ പൊസിഷൻ. അപ്പൊ നമുക്ക് M1 മാറില്ല. dr1/dt എന്ന് വെച്ചാൽ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ് v1 പ്ലസ് ഇതും അതുപോലെ തന്നെ M2 കോൺസ്റ്റന്റ് ആണ്. dr2/dt നമുക്ക് v2 എന്നാണ് കിട്ടുക. ഇത് ഉപയോഗിച്ചിട്ടാണ് മറന്നുപോയത്. ഓൾ ഡിവൈഡ് ബൈ മാസ് ഇവിടെയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് ടോട്ടൽ മാസ് ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്ത മാസ് കോൺസ്റ്റന്റ് ആണ്, മാറില്ല. അപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ VCM is equal to M1 V1 plus M2 V2 by M for a two particle system. ഇവിടെ നിന്ന് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് കിട്ടും. ഈ മാസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ MVCM is equal to M1 V1 plus M2 V2 എന്നാണ്. നമുക്കറിയാം വാട്ട് ഇസ് M into V, മാസ് ഇൻറ്റു വെലോസിറ്റി, മൊമെന്റം ആണ്. അപ്പൊ ഇത് മൊമെന്റം ഓഫ് സെന്റർ ഓഫ് മാസ് VCM is equal to മൊമെന്റം ഓഫ് പാർട്ടിക്കിൾ 1 ദാറ്റ് ഈസ് P1 plus P2. ഇതേപോലെ ഈ വെലോസിറ്റി നമുക്ക് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഡിഫറൻസിയേഷൻ ഓഫ് വെലോസിറ്റി എന്താണ്? ആക്സലറേഷൻ ആണ്. അപ്പൊ ഈ ഇക്വേഷനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. കാരണം ഡിഫറൻസിയേഷൻ ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്ത ഇതുപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണ് വെലോസിറ്റി. വെലോസിറ്റിയെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ഇതേപോലെയുള്ള ഇക്വേഷൻ കിട്ടുന്നത് ACM is equal to മാസ് കോൺസ്റ്റന്റ് M1 ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ പ്ലസ് M2 അതിന്റെ ആക്സിലറേഷൻ ഓൾ ഡിവൈഡഡ് ബൈ M. ഈ ഇക്വേഷന് നമുക്ക് ഇത് കിട്ടിയതുപോലെ ഈ ഇക്വേഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നമുക്ക് ശ്രദ്ധിക്കാം. ഈ M ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ M into ACM is equal to M1 A1 plus M2 A2 for two particle system. ഇത് എത്രയും ആവാം. ഞാൻ ഈസിനെസ്സിന് വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് പാർട്ടിക്കിൾ സിസ്റ്റത്തിന് എടുത്ത് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പൊ വാട്ട് ഇസ് MA? ഫോഴ്സ് ആണ്. ഇതിന് നമുക്ക് F external is equal to ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മേലെയുള്ള ഫോഴ്സ് പ്ലസ് രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ മേലെയുള്ള ഫോഴ്സ്. വാട്ട് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ഇക്വേഷൻ? ഈ ഇക്വേഷന്റെ ബ്യൂട്ടിയാണ് നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റിജിഡ് ബോഡിയുടെ മേലെ ഒരുപാട് പാർട്ടിക്കിളിന്റെ മുകളിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ നമുക്ക് കിട്ടുന്ന ഇഫക്റ്റ്, അതേ എഫക്റ്റ് തന്നെയായിരിക്കും നമ്മൾ ആ റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസിൽ കൊടുത്ത് സെന്റർ ഓഫ് മാസിൽ ഫോഴ്സ് കൊടുത്താൽ കിട്ടുന്നത്. സെന്റർ ഓഫ് മാസിൽ ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സിന്റെ പേരാണ് നമ്മൾ കോമൺ ആയിട്ട് ഫിസിക്സിൽ വിളിക്കുന്നത് F external.